ഹരി ഓം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. SPYSS NYC മലയാളം ഡിവിഷന്റെ നാരായണീയ പഠന യാത്ര എന്നുള്ള പരിപാടിയിലേക്ക് ഞാൻ നിങ്ങളുടെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഇവിടെ എത്തിച്ചേർന്നുള്ള എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നാരായണീയം പഠനയാത്രയിൽ ഇന്ന് ദശകം 78 ദ്വാരകാവാസവും രുക്മിണി സന്ദേശ പ്രാപ്തിയും എന്ന അധ്യായമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പഠനയാത്രയാണ്, അതുകൊണ്ട് പഠിക്കാൻ പോകുന്നത്. ഇതൊരു യാത്രയാണ്. ഈ യാത്രയിൽ ഇന്നിപ്പോൾ മംഗലാപുരത്ത് താമസിക്കുന്ന മലയാളികളായ കുറെ പ്രഗത്ഭരായ നല്ല കഴിവുള്ള പാടാനും ആടാനും പഠിപ്പിക്കാനും കഴിവുള്ള കുറെ ആൾക്കാരാണ് ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. ഇവരെല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ ഇന്നത്തെ പരിപാടി നിങ്ങൾക്ക് വേണ്ടി ആങ്കറിങ് ചെയ്യുന്നു. മംഗലാപുരത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഒത്തിരി പറയാനുണ്ട്. കാരണം മംഗലാപുരം വളരെ പ്രസിദ്ധമായ ഒരു സ്ഥലമാണ്. ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം കേരളവും മംഗലാപുരവുമായിട്ട് വലിയ വ്യത്യാസം തോന്നില്ല. കാരണം ഫിസിക്കലി ഇതിന്റെ കേരളത്തിന്റെ വടക്ക് ഭാഗത്തേക്കുള്ള ഒരു തുടർച്ചയാണ് മംഗലാപുരം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മംഗലാപുരം പരശുരാമൻ മഴുവെറിഞ്ഞ് ഗോകർണയിൽ നിന്ന് മഴുവെറിഞ്ഞ് വീണ്ടെടുത്ത ഭൂമി പശ്ചിമതീരം, അതിന്റെ സ്ഥിരാകേന്ദ്രം മംഗലാപുരം ആണെങ്കിൽ അങ്ങ് തെക്ക് താഴെ കിടക്കുന്നത് കന്യാകുമാരിയാണ്. അപ്പൊ അങ്ങനെ കൊണ്ട് മലയാളികൾക്ക് എന്തുകൊണ്ടും പ്രിയപ്പെട്ട ഒരു നാടാണ് മംഗലാപുരം. മംഗലാപുരത്തിന്റെ പ്രാധാന്യം എന്ന് വെച്ചു കഴിഞ്ഞാല്, ഒന്ന് മനോഹരമായ കടൽക്കരയാണ് മംഗലാപുരം. അറബിക്കടലിന്റെ തലോടലേറ്റ് കഴിയുന്ന ഒരു ഭൂമിയാണ് മംഗലാപുരം. അത് വളരെ ടൂറിസ്റ്റ് വിനോദസഞ്ചാരികൾക്കായിട്ട് വളരെ വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ് ഈയിടെയായിട്ട്. അതൊന്ന്. പിന്നെ പ്രസിദ്ധി പെറ്റ ഒത്തിരി അമ്പലങ്ങൾക്ക് പേരുകേട്ട സ്ഥലമാണ് മംഗലാപുരം. ഇതും കൂടാതെ സഹ്യപർവ്വതത്തിന്റെ സാനുക്കളിലാണ് മംഗലാപുരം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ താഴ്വാരകളാണ് മംഗലാപുരം പട്ടണവും അതിന്റെ ചുറ്റുപാടും. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, സഹ്യന്റെ ഭംഗിയെ പറ്റിയിട്ട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. മംഗലാപുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 100 സ്ക്വയർ കിലോമീറ്റർ വരുന്ന ഒരു വിസ്തീർണമുള്ള ഒരു സ്ഥലമാണ്. പക്ഷെ വിശ്വസിക്കാൻ പറ്റില്ല, മംഗലാപുരം ഈ 100 സ്ക്വയർ കിലോമീറ്ററിന്റെ അകത്ത് പ്രസിദ്ധി പെറ്റ എത്രയോ സ്ഥാപനങ്ങളുടെ കേന്ദ്രമാണ്. ഉദാഹരണത്തിന് ഇവിടെ 6 മെഡിക്കൽ കോളേജുകളുണ്ട്. ഇത്രയും ചെറിയൊരു സ്ഥലത്ത് 6 മെഡിക്കൽ കോളേജുകളുണ്ട്. പേര് പെറ്റ 20 എഞ്ചിനീയറിംഗ് കോളേജസും. അതില് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി സൂറത്കല്ലും മണിപ്പാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ഇതിൽപ്പെട്ടതാണ്. മംഗലാപുരത്തിന്റെ ഭാഗം തന്നെയാണ് മണിപ്പാൽ. പിന്നെ അതുകൂടാതെ 10-18 എഞ്ചിനീയറിംഗ് കോളേജസ് വേറെ. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, മംഗലാപുരം ഒരു ഹയർ എഡ്യൂക്കേഷന്റെ സെന്റർ ആയിരുന്നു. 100 വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഇത് പേരുകേട്ട ഒരു സെന്റർ ആയിരുന്നു. അതുകൊണ്ട് എത്രയോ മലയാളികൾ ഇവിടെ വന്നിട്ടാണ് ഉന്നത വിദ്യാഭ്യാസം പൂർത്തീകരിക്കുന്നത്, പ്രത്യേകിച്ച് മലബാറിലെ ആൾക്കാർ. പിന്നെ ഇവിടെ കാണാൻ വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള കുറെ അമ്പലങ്ങളുണ്ട്. അമ്പലങ്ങൾക്ക് പേര് കേട്ട സ്ഥലമാണ് മംഗലാപുരം. ഇതില് എല്ലാം കൊണ്ടും പ്രസിദ്ധി പെറ്റതാണ് മംഗളാദേവി ടെമ്പിൾ. ആ മംഗളാദേവി ടെമ്പിൾ നിന്നാണ് മംഗലാപുരം എന്നുള്ള പേര് തന്നെ വന്നിരിക്കുകയാണ്. കൂട്ടത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മംഗലാപുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഒരേ പട്ടണത്തിന് 6-ലധികം പേരുകൾ വേറെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ മംഗലാപുരത്തിന് അതുണ്ട്. മംഗലാപുരം എന്ന് നമ്മൾ പറയുന്ന, മലയാളത്തിൽ പറയുന്ന മംഗലാപുരം, കർണാടകക്കാർക്ക് അത് മാംഗ്ലൂരാണ്, മംഗളൂരു. ഇംഗ്ലീഷിൽ അത് മാംഗ്ലൂരാണ്. തുളു ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ജനവിഭാഗം തുളു
ആൾക്കാർ തുളു സംസാരിക്കുന്നവർ ഇതിനെ കുഡ്ല എന്നാണ് പറയുക. KUDLA, കുഡ്ല. പിന്നെ കൊങ്കണികൾ ഇതിനെ കൊടിയാൽ എന്ന് പറയും. കൊടിയാൽ ഗുത്തു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പേരുകേട്ട സ്ഥലങ്ങളാണ്. ഇതൊക്കെ പുറമെ സംസ്കൃതത്തിൽ ഇതിന്റെ പേരാണ് മഞ്ചാരുൺ. ഇതിനേക്കാളും ഇമ്പോർട്ടന്റ് ആണ് 1348 കാലത്ത് ഇവിടെ അറബ് നാടുകളിൽ നിന്നുള്ള ട്രാവലേഴ്സ് വന്നിട്ട് ഈ സ്ഥലത്തിന്റെ പേര് മഞ്ചരൂർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്നത്തെ റെക്കോർഡിലുള്ളത് മഞ്ചരൂറാണ്. അപ്പോൾ ഇത്രയും പ്രസിദ്ധി പെറ്റ ഈ മംഗലാപുരത്ത് അതുപോലെ പ്രസിദ്ധമായ ഒത്തിരി അമ്പലങ്ങളുണ്ട്. അതിൽ എന്തുകൊണ്ടും പേര് കേട്ടതാണ് മംഗളാദേവി ടെമ്പിൾ. അതിൽ നിന്നാണ് ഈ പേര് വന്നിരിക്കുന്നത് മംഗലാപുരം എന്നുള്ളത്. പിന്നെ ഇവിടെ കദരി മഞ്ജുനാഥ ടെമ്പിൾ ഉണ്ട്, തൊട്ടടുത്താണ്. എല്ലാം പട്ടണത്തിന്റെ അകത്ത് തന്നെയാണ്. പിന്നെ മരോളി സൂര്യനാരായണ ടെമ്പിൾ ഉണ്ട്. കടിയിൽ ദുർഗാപരമേശ്വരി ക്ഷേത്രമുണ്ട്. കുതിരോളി ശ്രീ ഭഗവതി ടെമ്പിൾ ഉണ്ട്. ശ്രീ മാരിയമ്മ ടെമ്പിൾ ഉണ്ട്. വെങ്കടേശ്വര ടെമ്പിൾ ഉണ്ട്. ഇതൊക്കെ ഇവിടുത്തെ പേരുകേട്ട അമ്പലങ്ങളാണ്. എല്ലാം കൊണ്ടും ഐതിഹ്യം കൊണ്ടും പ്രാധാന്യം കൊണ്ടും പ്രസിദ്ധി പെറ്റ അമ്പലങ്ങളാണ്. ഇതുപോലെ തന്നെ വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാങ്കുകളുടെ ഒരു കേന്ദ്രമായിരുന്നു മംഗലാപുരം ഒരു കാലത്ത്. എല്ലാ പ്രസിദ്ധി പെറ്റ നാഷണലൈസ്ഡ് ബാങ്ക്സ് ഇതിന്റെയൊക്കെ ഒറിജിനൽ പ്രൈവറ്റ് ബാങ്ക്സ് ആയിരുന്നു, ഷെഡ്യൂൾഡ് ബാങ്ക്സ് ആയിരുന്നു. അതിൽ ചില ബാങ്കുകളാണ് കാനറ ബാങ്ക്, കോർപ്പറേഷൻ ബാങ്ക്, കർണാടക ബാങ്ക്, സിൻഡിക്കേറ്റ് ബാങ്ക്, വിജയ ബാങ്ക്. ഇതിന്റെയൊക്കെ ഹെഡ് ക്വാർട്ടേഴ്സ് മംഗലാപുരത്തായിരുന്നു. നാഷണലൈസേഷന് ശേഷം കുറേയൊക്കെ മാറിയിട്ടുണ്ടെങ്കിലും എല്ലാ ബാങ്കുകളും ഒരു കാലത്ത് തുടങ്ങി വെച്ചത് ഇംഗ്ലീഷുകാരുടെ സമയത്തുള്ള ബാങ്കുകളായിരുന്നു. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു കോളേജിന്റെ കാര്യം. ഇനി ബാക്കി അമ്പലങ്ങളിൽ മഹാഗണപതി ടെമ്പിൾ, ഷരാവു വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പൊ മംഗലാപുരത്തേക്ക് വരുന്ന ഒരു ടൂറിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ അമ്പലങ്ങൾ പേരുകേട്ട ഇതിനോട് തൊട്ടടുത്ത് നിൽക്കുന്ന സ്ഥലങ്ങളാണ് മൂകാംബിക, കൊല്ലൂർ മൂകാംബിക ടെമ്പിൾ മലയാളികൾക്ക് മറക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ സ്ഥിരമായി വരുന്ന ഒരു അമ്പലമാണ്. അതുപോലെ തന്നെ കുക്കെ സുബ്രഹ്മണ്യ ടെമ്പിൾ. ഇതൊക്കെ ഇവിടുത്തെ പേരുകേട്ട അമ്പലങ്ങളാണ്. ഉടുപ്പി ശ്രീകൃഷ്ണ ടെമ്പിൾ, മാധ്വാചാര്യരെ പറ്റിയിട്ടും നമ്മൾ യോഗയിൽ എപ്പോഴും പറയാറുണ്ട്. ദ്വൈത അദ്വൈത എന്നുള്ള അതിൽ ദ്വൈത ഫിലോസഫിയുടെ ആചാര്യനായിരുന്ന മാധ്വാചാര്യ ഉടുപ്പി ശ്രീകൃഷ്ണ ടെമ്പിൾ സ്ഥാപിച്ച ആളാണ്. അത് ഇതിന്റെ തൊട്ടടുത്താണ്. 60 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഉടുപ്പിയുള്ളത്. പിന്നെ 100 കിലോമീറ്റർ 140 കിലോമീറ്റർ ദൂരെയാണ് കൊല്ലൂർ മൂകാംബിക ടെമ്പിൾ. 100 കിലോമീറ്റർ മാത്രമാണ് സുബ്രഹ്മണ്യത്തിലേക്കുള്ളത്. ഇതിന്റെ എല്ലാത്തിനും പുറമെ ഇപ്പൊ ഈയിടെ ആയിട്ട് വളരെ വളരെ വികസിച്ച് വരുന്ന ഒരു റെയിൽവേ ട്രാക്ക് കൂടിയാണ് മംഗലാപുരം. മംഗലാപുരം ജംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു റെയിൽവേ ജംഗ്ഷൻ ഉണ്ട്. അതുകൂടാതെ തന്നെ ഒരു 5 കിലോമീറ്ററിന്റെ അകത്ത് മംഗലാപുരം സെൻട്രൽ എന്നും പറഞ്ഞിട്ട് വേറൊരു സ്റ്റേഷൻ ഉണ്ട്. ഇപ്പോൾ വന്ദേ ഭാരത് ട്രെയിൻ മുതൽ ബാക്കി എല്ലാ പ്രധാനപ്പെട്ട ട്രെയിൻ സർവീസും മംഗലാപുരത്തിലൂടെ കടന്നു പോകും. അപ്പൊ ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട മംഗലാപുരത്തിന്റെ ഒരു ടീമാണ് ഇന്ന് ഈ നാരായണീയ പഠനം ചൊല്ലാനും പഠിപ്പിക്കാനും ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ അവരെ ഒന്ന് പരിചയപ്പെടുത്താം. ആദ്യമായിട്ട് ഇന്ന് ധ്യാന ശ്ലോകം ചൊല്ലാൻ വരുന്നത് ഗൗരി അക്കയാണ്. ഗൗരി അക്ക എത്രയോ വർഷങ്ങളായിട്ട് 10-40 വർഷമായിട്ട് മംഗലാപുരത്താണ്. പിന്നെ ഇതിന് നേതൃത്വം നൽകുന്നത് സിന്ധു പ്രമോദ് അക്കയാണ്. ഇന്ന് ഈ ശ്ലോകങ്ങൾ ഏറ്റുപാടാൻ തയ്യാറായിരിക്കുന്നത് എല്ലാവർക്കും സുപരിചിതരായ മുഖങ്ങളാണ്. 1-2 ശ്ലോകങ്ങൾ വിജി സുനിലൊക്കെയാണ് പാടുന്നത്. 3-4 സരിത ഒക്കെയാണ്. 5-6 വിമലയൊക്കെയാണ്. 7 ജ്യോതിലക്ഷ്മി അക്ക, 8 പ്രമീള അക്ക, 9 ഹരിദാസ് അണ്ണൻ, 10 ലോഹിത് അണ്ണൻ. ഇത്ര പേരാണ് ഈ 10 ശ്ലോകങ്ങൾ ഈ ദശകത്തിലെ 10 ശ്ലോകങ്ങളും പാടുന്നത്. ഇത് കൂടാതെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കുവാൻ വേണ്ടി വളരെ നൈപുണ്യത്തോടു കൂടി ഈ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രഭ ഒക്കെ ഉണ്ട്, ലതാ ദിവാകർ ഒക്കെ ഉണ്ട്.
1 മുതൽ 6 വരെയുള്ള ശ്ലോകങ്ങൾ പ്രഭാകയും 7 മുതൽ 10 വരെയുള്ള ശ്ലോകങ്ങൾ ലതാ ദിവാകരൊക്കെയാണ്. പിന്നെ സമർപ്പണ ശ്ലോകം ചൊല്ലാൻ വന്നിരിക്കുന്നത് വിജയകുമാർ അണ്ണനാണ്. എല്ലാവർക്കും സുപരിചിതനാണ് വിജയകുമാർ അണ്ണൻ. ഇവിടുത്തെ ഞങ്ങളുടെ KNSSന്റെ കർണാടക നായർ സർവീസ് സൊസൈറ്റിയുടെ പ്രസിഡന്റാണ് വിജയകുമാർ അണ്ണൻ. പിന്നെ നമുക്ക് ലോക കല്യാണ മന്ത്രം ചൊല്ലാൻ ചന്ദ്രശേഖർ അണ്ണനും കൂടെ എത്തിയിട്ടുണ്ട്. ഇവരാണ് ഇന്നിപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പഠനം എന്നുള്ള ഈ പരിപാടി നടത്താൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്നുകൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ ആദ്യമായി ധ്യാന ശ്ലോകം ചൊല്ലാൻ ഗൗരി ആറാട്ടെ ക്ഷണിക്കുന്നു. ഹരി ഓം. ഹരി ഓം. ഓം ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. അഗജാനന പദ്മാർകം ഗജാനനമഹർനിശം അനേകദന്തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരബ്രഹ്മ ഭാസതാം പുരതോ മമഃ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപരാ രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേ തുഭ്യം നമോ നമഃ. മോക്ഷാബ്ധിസാരമയ ഭാഗവതാഖ്യദജ്ഞോ നാരായണീയ നവനീതമഹോ ഗൃഹീത്വാ മായാമയോഘ പരിതപ്തജനായ യോഗാത് നാരായണ അവനിസുരായ നമോസ്തു തസ്മൈ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ഹേ നാഥ നാരായണ വാസുദേവ. സർവം കൃഷ്ണാർപ്പണമസ്തു. ഹരി ഓം. ഹരി ഓം. അടുത്തതായിട്ട് ചാൻഡിങ് ഗൈഡൻസിന് വേണ്ടിയിട്ട് സിന്ധു പ്രമോദൊക്കെ ക്ഷണിക്കുന്നു. അവർ 1 മുതൽ 10 വരെയുള്ള എല്ലാ ശ്ലോകങ്ങളും ആദ്യം പദവിച്ഛേദം ചെയ്ത് വ്യാഖ്യാനിച്ച് പാടിത്തരുന്നതായിരിക്കും. മറ്റുള്ളവർ അത് ഏറ്റുപാടുന്നതായിരിക്കും. ഹരി ഓം സിദ്ധു അക്ക. ഹരി ഓം. ഓം നമോ നാരായണായ. ദശകം 78 ദ്വാരകാവാസവും രുക്മിണി സന്ദേശപ്രാപ്തിയും. ദ്രുത വിളംബിത വൃത്തത്തിലാണ് ഈ ദശകം രചിച്ചിരിക്കുന്നത്. ഈ ഒരു ദശകത്തിൽ ഓരോ ശ്ലോകത്തിൻ്റെയും അവസാനത്തെ വരി ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഒരേപോലെ വരുന്ന വാക്കുകളാണ്, പക്ഷെ അവയ്ക്ക് തികച്ചും വ്യത്യസ്തങ്ങളായിട്ടുള്ള അർത്ഥങ്ങളും പദവിച്ഛേദങ്ങളും ആണ് ഉള്ളത്. ശ്ലോകങ്ങളിലേക്ക് കടക്കാം. ശ്ലോകം 1 പദച്ഛേദം. ത്രിദിവ വർദ്ധകി വർദ്ധിത കൗശലം ത്രിദശ ദത്ത സമസ്ത വിഭൂതിമത് ജലധി മധ്യഗതം ത്വം അഭൂഷയഃ. ജലധി മധ്യഗതം ത്വമഭൂഷയോ നവപുരം വപുഃ അഞ്ജിത രോചിഷ. വപുരഞ്ജിത രോചിഷ. ചാൻറ്റിംഗ്. ത്രിദിവ വർദ്ധകി വർദ്ധിത കൗശലം. ത്രിദിവ വർദ്ധകി വർദ്ധിത കൗശലം. ത്രിദശ ദത്ത സമസ്ത വിഭൂതിമത്. ത്രിദശ ദത്ത സമസ്ത വിഭൂതിമത്. ജലധി മധ്യഗതം ത്വമഭൂഷയോ. ജലധി മധ്യഗതം ത്വമഭൂഷയോ.
नवपुरं वपुरञ्जितरोचिषा नवपुरं वपुरञ्जितरोचिषा त्रिदिववर्धगिवर्धितकौशलं त्रिदश दत्तसमस्तविभूतिमत् त्रिदिववर्धगिवर्धितकौशलं त्रिदश दत्तसमस्तविभूतिमत् जलधिमध्यगतं त्वमभूषयो नवपुरं वपुरञ्जितरोचिषा जलधिमध्यगतं त्वमभूषयो नवपुरं वपुरञ्जितरोचिषा त्रिदिववर्धगिवर्धितकौशलं त्रिदश दत्तसमस्तविभूतिमत् जलधिमध्यगतं त्वमभूषयो नवपुरं वपुरञ्जितरोचिषा त्रिदिववर्धगिवर्धितकौशलं त्रिदश दत्तसमस्तविभूतिमत् जलधिमध्यगतं त्वमभूषयो नवपुरं वपुरञ्जितरोचिषा श्लोकं 2 पदच्छेदं ददुषि रेवत भूभृति रेवतीं हलभृते तनयां विधिशासनात् महितम् उत्सवघोषम् अपूपुषः महितमुत्सवघोष अपूपुष समुदितैः मुदितैः सह यादवैः ददुषि रेवत भूभृतिरेवती तदुषिरेवद भूभृतिरेवती हलभृते तनयां विधिशासनात् हलभृते तनयां विधिशासना महितमुत्सवघोषमपूपुष महिदमुत्सवघोषमपूपुषा समुदितैर्मुदितैः सह यादवै समुदितैर्मुदितैः सह यादवै ददुषि रेवत भूभृतिरेवती हलभृते तनयां विधिशासनात् ददुषिरेवद भूभृतिरेवती हलभृते तनयां विधिशासना महितमुत्सवघोषमपूपुष समुदितैर्मुदितैः सह यादवै महिदमुत्सवघोषमपूपुषा समुदितैर्मुदितैः सह यादवै ददुषि रेवत भूभृतिरेवती हलभृते तनयां विधिशासनात् महितमुत्सवघोषमपूपुष समुदितैर्मुदितैः सह यादवै ददुषिरेवद भूभृतिरेवती हलभृते तनयां विधिशासना महिदमुत्सवघोषमपूपुषा समुदितैर्मुदितैः सह यादवै श्लोकं 3 पदच्छेदमक अथ विदर्भसुतां खलु रुक्मिणीं प्रणयिनीं त्वयि देव सहोदरः स्वयम् अदित्सत चेदि महीभुजे स्वतमसा तम् असाधु उपाश्रयन् अथ विदर्भसुतां खलु रुक्मिणीम् अथ विदर्भसुतां खलु रुक्मिणीं प्रणयिनीं त्वयि देव सहोदरा प्रणयिनीं त्वयि देव सहोदरा स्वयमदित्सत चेदि महीभुजे
स्वयमधिस्तदचेति महीभुजे स्वतमसा तमसाधुमुपाश्रयन् स्वतमसा तमसाधुमुपाश्रयन् अथ विदर्भसुतां खलु रुक्मिणीं प्रणयिनीं त्वयि देव सहोदरा अथ विदर्भसुधां खलु रुक्मिणीं प्रणयिनीं त्वयि देव सहोदर स्वयमदित्सतचेदि महीभुजे स्वतमसा तमसाधुमुपाश्रयन् स्वयमधिस्तदचेति महीभुजे स्वतमसा तमसाधुमुपाश्रयन् अथ विदर्भसुतां खलु रुक्मिणीं प्रणयिनीं त्वयि देव सहोदर स्वयमदित्सतचेदि महीभुजे स्वतमसा तमसाधुमुपाश्रयन् अथ विदर्भसुधां खलु रुक्मिणीं प्रणयिनीं त्वयि देव सहोदर स्वयमधिस्तदचेति महीभुजे स्वतमसा तमसाधुमुपाश्रयन् ശ്ലോകം 4 പദച്ഛേദം ചിരധൃതപ്രണയാ ത്വയി ബാലികാ സപദി കാംക്ഷിത ഭംഗസമാകുല തവ നിവേദയിതും ദ്വിജം ആദിശത് സ്വകദനം കദനംഗ വിനിർമ്മിതം ചിരധൃതപ്രണയാ ത്വയി ബാലികാ चिरधृतप्रणया त्वयि बालिका सपदि काङ्क्षितभङ्गसमाकुल सपदि काङ्क्षितभङ्गसमाकुल तव निवेदयितुं द्विजमादिशत् तव निवेदयितुं द्विजमादिशत् स्वकदनं कदनङ्गविनिर्मितम् स्वकदनं कदनं गविनिर्मितम् चिरधृतप्रणया त्वयि बालिका सपदि काङ्क्षितभङ्गसमाकुल चिरधृतप्रणया त्वयि बालिका सपदि काङ्क्षितभङ्गसमाकुल तव निवेदयितुं द्विजमादिशत् स्वकदनं कदनङ्गविनिर्मितम् तव निवेदयितुं द्विजमादिशत् स्वकदनं कदनङ्गविनिर्मितम् चिरधृतप्रणया त्वयि बालिका सपदि काङ्क्षितभङ्गसमाकुल तव निवेदयितुं द्विजमादिशत् स्वकदनं कदनङ्गविनिर्मितम् चिरधृतप्रणया त्वयि बालिका सपदि काङ्क्षितभङ्गसमाकुल तव निवेदयितुं द्विजमादिशत् स्वकदनं कदनङ्गविनिर्मितम् श्लोकम् 5 परिच्छेदं द्विजसुतः अपि च द्विजसुतोऽपि च तूर्णम् उपाययौ तव पुरं हि दुरासदं मुदम् अवाप च सादरपूजितः स भवता भव तापहृता स्वयम् द्विजसुतोऽपि च तूर्णमुपाययौ द्विजसुतोऽपि च तूर्णमुपाययौ तव पुरं हि दुरासदम् तव पुरं हि दुरासदम्
मुदमवाप च सादरपूजिता मुदमवाप च सादरपूजिता स भवता भवतापहृता स्वयम् सपवतापहृता स्वयम् द्विजसुतोऽपि चतुर्णमुपाययौ तव पुरं हि दुरासदम् द्विजसुतोऽपि चतुर्णमुपाययौ तव पुरं हि दुरासदम् मुदमवाप च सादरपूजिता स भवता भवतापहृता स्वयम् मुदमवाप च सादरपूजिता स भवतापहृता स्वयम् द्विजसुतोऽपि चतुर्णमुपाययौ तव पुरं हि दुरासदम् मुदमवाप च सादरपूजिता स भवता भवतापहृता स्वयम् द्विजसुतोऽपि चतुर्णमुपाययौ तव पुरं हि दुरासदम् मुदमवाप च सादरपूजिता स भवतापहृता स्वयम् श्लोकम् 6 पदच्छेदम् सह च भवन्तम् अवोचत कुण्डिने भवन्तमवोचत कुण्डिने नृपसुता खलु राजति रुक्मिणी त्वयि समुत्सुकया निजधीरता रहितया हि तया प्रहितः अस्मि अहम् प्रहितोऽस्म्यहम् स च भवन्तमवोचत कुण्डिने स च भवन्तमवोचत कुण्डिने नृपसुता खलु राजति रुक्मिणी नृपसुता खलु राजति रुक्मिणी त्वयि समुत्सुकया निजधीरता त्वयि समुत्सुकया निजधीरता रहितया हितया प्रहितोऽस्म्यहम् हितया प्रहितोऽस्म्यहम् स च भवन्तमवोचत कुण्डिने नृपसुता खलु राजति रुक्मिणी स च भवन्तमवोचत कुण्डिने नृपसुता खलु राजति रुक्मिणी त्वयि समुत्सुकया निजधीरता रहितया हितया प्रहितोऽस्म्यहम् त्वयि समुत्सुकया निजधीरता रहितया हितया प्रथितोऽस्म्यहम् स च भवन्तमवोचत कुण्डिने नृपसुता खलु राजति रुक्मिणी त्वयि समुत्सुकया निजधीरता रहितया हितया प्रहितोऽस्म्यहम् स च भवन्तमवोचत कुण्डिने नृपसुता खलु राजति रुक्मिणी त्वयि समुत्सुकया निजधीरता रहितया हितया प्रथितोऽस्म्यहम् श्लोकम् 7 पदच्छेदम् तव हृत अस्मि पुर एव हृतास्मि पुर एव गुणैः अहं गुणैरहं हरति मां किल चेदि नृपः अधुना चेदि नृपोऽधुना अयि कृपालय पालय माम् इति मामिति प्रजगते जगदेकपते दया तव हृदास्मि पुरैव गुणैरहम् तव हृतास्मि पुरैव गुणैरहम् हरति मां किल चेदि नृपोऽधुना हरति मां किल चेति नृपोऽधुना अयि कृपालय पालय मामिति
अयि कृपालय पालय मामिति प्रजगदे जगदेकपते तया प्रजगदे जगदेकपते तया तव हृतास्मि पुरैव गुणैरहम् हरति मां किल चेदि नृपोऽधुना तव हृतास्मि पुरैव गुणैरहम् हरति मां किल चेति नृपोऽधुना अयि कृपालय पालय मामिति प्रजगदे जगदेकपते तया अयि कृपालय पालय मामिति प्रजगते जगदेकपते तया तव हृतास्मि पुरैव गुणैरहम् हरति मां किल चेदि नृपोऽधुना अयि कृपालय पालय मामिति प्रजगदे जगदेकपते तया तव हृतास्मि पुरैव गुणैरहम् हरति मां किल चेति नृपोऽधुना अयि कृपालय पालय मामिति प्रजगते जगदेकपते तया श्लोकम् 8 पदच्छेदम् अशरणां यदि मां त्वम् उपेक्षसे सपदि जीवितमेव जहामि जहाम्यहम् इति गिरा सुतनोः अतनोद्विषं सुहृत् अयं हृदयं तव कातरम् अशरणां यदि मां त्वमुपेक्षसे अशरणां यदि मां त्वमुपेक्षसे सपदि जीवितमेव जहाम्यहम् सपदि जीवितमेव जहाम्यहम् इति गिरा सुतनोरतनोद्भृशम् इति गिरा सुतनोरतनोदृशम् सुहृदयं हृदयं तव कातरम् सुहृदयं हृदयं तव कातरम् अशरणां यदि मां त्वमुपेक्षसे सपदि जीवितमेव जहाम्यहम् अशरणां यदि मां त्वमुपेक्षसे सपदि जीवितमेव जहाम्यहम् इति गिरा सुतनोरतनोद्भृशं सुहृदयं हृदयं तव कातरम् इति गिरा सुतनोरतनोदृशं सुहृदयं हृदयं तव कातरम् अशरणां यदि मां त्वमुपेक्षसे सपदि जीवितमेव जहाम्यहम् इति गिरा सुतनोरतनोदृशं सुहृदयं हृदयं तव कातरम् अशरणां यदि मां त्वमुपेक्षसे सपदि जीवितमेव जहाम्यहम् इति गिरा सुतनोरतनोदृशं सुहृदयं हृदयं तव कातरम् श्लोकम् 9 पदच्छेदम् अकथयः त्वम् अध एनम् अये अकथयस्त्वमधैनमये सखे अधिगा तदधिगा मम मन्मथवेदना नृपसमक्षम् उपेत्य हराम्यहम् तत् अयि तदयि तां दयिताम् असितेक्षणा दयितामसितेक्षणा अकथयस्त्वमधैनमये सखे अकथयस्त्वमथैनमये सखे तदधिगा मम मन्मथवेदना
तदधिका मम मन्मथवेदना नृपसमक्षमुपेत्य हराम्यहम् नृपसमक्षमुपेत्य हराम्यहम् तदयितां दयितामसि ते क्षणा तदयितां दयिताम् असि ते क्षणा अकथयस्त्वमधैनमये सखे तदधिका मम मन्मथवेदना अकथयस्त्वमथैनमये सखे तदधिताक मम मन्मथवेदना नृपसमक्षमुपेत्य हराम्यहम् तदयितां दयितामसि ते क्षणा नृपसमक्षमुपेत्य हराम्यहम् तदयितां दयितामसि ते क्षणा अकथयस्त्वमधैनमये सखे तदधिका मम मन्मथवेदना नृपसमक्षमुपेत्य हराम्यहम् तदयितां दयितामसि ते क्षणा अकथयस्त्वमथैनमये सखे तदधिका मम मन्मथवेदना नृपसमक्षमुपेत्य हराम्यहम् तदयितां दयिताम् असि ते क्षणा श्लोकं 10 पदच्छेदं प्रमुदितेन च तेन समं तदा रथगतः लघु कुण्डिनमेयिवान् गुरुमरुत्पुरनायक मे भवान् वितनुतां तनुतां निखिलापदाम् प्रमुदितेन च तेन समं तदा प्रमुदितेन च तेन समं तदा रथगतो लघुकुण्डिनमेयिवान् रथगतो लघुकुण्डिनमेयिवान् गुरुमरुत्पुरनायक मे भवान् गुरुमरुत्पुरनायक मे भवान् वितनुतां तनुतां निखिलापदाम् विदनुतां तनुतां निखिलापदाम् प्रमुदितेन च तेन समं तदा प्रमुदितेन च तेन समं तदा रथगतो लघुकुण्डिनमेयिवान् रथगतो लघुकुण्डिनमेयिवान् गुरुमरुत्पुरनायक मे भवान् गुरुमरुत्पुरनायक मे भवान् वितनुतां तनुतां निखिलापदाम् विधनुतां तनुतां निखिलापदाम् प्रमुदितेन च तेन समं तदा रथगतो लघुकुण्डिनमेयिवान् गुरुमरुत्पुरनायक मे भवान् वितनुतां तनुतां निखिलापदाम् प्रमुदितेन च तेन समं तदा रथगतो लघुकुण्डिनमेयिवान् गुरुमरुत्पुरनायक मे भवान् विधनुतां तनुतां निखिलापदाम् सर्वत्र गोविन्दनाम सङ्कीर्तनम् गोविन्द गोविन्द ഹരി ഓം. അങ്ങനെ 78-ാം ദശകം 10 ശ്ലോകങ്ങൾ നമ്മൾ പാടി തീർത്തിരിക്കുന്നു. ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ വ്യാഖ്യാനം പറയുകയാണ്. അതിനായിട്ട് 1 മുതൽ 6 വരെയുള്ള ശ്ലോകങ്ങളുടെ വ്യാഖ്യാനം പറയാൻ പ്രഭ ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്.
7 മുതൽ 10 വരെയുള്ള ശ്ലോകങ്ങളുടെ വ്യാഖ്യാനം പറയാൻ ലതാദിവാറൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അവരുടെ വ്യാഖ്യാനം കേൾക്കാൻ നമുക്ക് കാത്തിരിക്കാം. പ്രഭാക്കെ ക്ഷണിക്കുന്നു. അതിന് ശേഷം ലതാദിവാകറക്ക 7 മുതൽ 10 വരെയുള്ളതിന്റെ വ്യാഖ്യാനം പറയുന്നതായിരിക്കും. ഹരിയോം അക്ക. ഹരിയോം. ദശകം 78. അതിൽ നമുക്ക് ഒന്നാമത്തെ ശ്ലോകം നോക്കാം. ഈ ഒന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഭഗവാന്റെ ധാരകാവാസത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഈ സ്വർഗത്തിലെ ശില്പിയായിട്ടുള്ള വിശ്വകർമാവ് അദ്ദേഹത്തിന്റെ വർദ്ധിത കൗശലം എന്ന് പറയുന്നൂടെ അതെന്താ വെച്ചാൽ അയാളുടെ അദ്ദേഹത്തിന്റെ കരവിരുത് കളിയാടുന്നതും അതികൗശലത്തോടെ നിർമ്മിച്ചതുമായ ഒരു രാജധാനിയാണത്. ഈ രാജധാനിക്ക് വേണ്ട എല്ലാവിധ സമസ്ത വിഭൂതി, അതായത് എല്ലാവിധ ഐശ്വര്യങ്ങളും എന്തൊക്കെ ഒരു രാജ്യത്തിന് വേണോ അതെല്ലാം കൊടുത്തിരിക്കുന്നത് ഈ ദേവന്മാരാണ്. ഇവിടെ ദേവന്മാരെ ത്രിദശ എന്ന് പറയുന്നുണ്ട്. ത്രിദശ എന്ന് പറഞ്ഞാല് ദേവന്മാർക്ക് 3 ദശ മാത്രമേ ഉള്ളൂ. ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യ ദശയില്ല. ഇങ്ങനെയുള്ള ദേവന്മാരാണ് ഈ രാജധാനിക്ക് വേണ്ട എല്ലാവിധ സമ്പത്ത്, സമൃദ്ധി, ഐശ്വര്യങ്ങള് എന്തെല്ലാം വേണം വെച്ചാൽ അതെല്ലാം അവരാൽ നൽകപ്പെട്ടിരിക്കുന്നു. ഈ രാജധാനി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? സമുദ്രമധ്യത്തിൽ, ജലധി മധ്യഗതി എന്ന് പറയുന്നത്, അതായത് സമുദ്രമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന രാജധാനി നവപുരം, പുതിയ രാജധാനി ഭഗവാൻ. ഈ രാജധാനിയിൽ എല്ലാ ഐശ്വര്യങ്ങളും നിറഞ്ഞ ഈ രാജധാനി ഭഗവാന്റെ മനോഹരമായ ശരീരകാന്തി കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഈ വിശ്വകർമാവിന്റെ ശില്പചാതുര്യത്തിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ രാജധാനി. ഈ പുതിയ രാജധാനി ഭഗവാന്റെ എല്ലാം ദേവന്മാര് നൽകിയിരിക്കുന്നു. അവിടെ ആ രാജധാനി ഭഗവാന്റെ ശരീരകാന്തി കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു എന്നാണ് ഈ ഒന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഇനി രണ്ടാമത്തെ ശ്ലോകം നോക്കാം. രണ്ടാമത്തെ ശ്ലോകത്തില് ബലരാമന്റെ വിവാഹത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഒരു രേവതൻ എന്നൊരു രാജാവ് സമുദ്രമധ്യത്തിലെ ദ്വീപിൽ കുശസ്ഥലി എന്ന സ്ഥലത്തുണ്ടായിരുന്നു. അദ്ദേഹത്തിന് അതീവ സുന്ദരിയായ പുത്രി ഉണ്ടായിരുന്നു. രേവതി എന്നാണ് പേര്. അപ്പൊ ഈ രേവതിക്ക് പ്രായവും ആയപ്പോൾ അനുരൂപനായ ഏറ്റവും ശ്രേഷ്ഠനായ ഒരാളെ വരനായി കിട്ടണം എന്നുള്ളത് ആലോചനയുള്ളത് കൊണ്ട് ഈ രേവതൻ അതിനു വേണ്ടിയിട്ട് ഇവിടേക്ക് പോവുകയാണ്. സത്യലോകത്തിലേക്ക് മകളെയും കൂട്ടിയിട്ട് പോവുകയാണ്. ബ്രഹ്മലോകത്തിലേക്ക് പോകുമ്പോൾ ഇത് കൃതിയുഗത്തിലെ രാജാവായിരുന്നു രേവതൻ. ഈ കഥ നടക്കുന്നത് എപ്പോഴാണ്? ദ്വാപരയുഗത്തിലാണ് ഈ കഥ നടക്കുന്നത്. അവിടേക്ക് അപ്പൊ സത്യലോകത്തിലേക്ക്, അതായത് സൃഷ്ടികർത്താവിനോട് തന്നെ ചോദിക്കാം, എന്റെ മകൾക്ക് അനുരൂപനായ വരൻ ആരാണ്? നമ്മളൊക്കെ ഈ ജ്യോതിഷത്തിന്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ എപ്പോഴാണ് കല്യാണം അങ്ങനെയൊക്കെ സാധാരണ ചോദിക്കുന്ന പോലെ അന്ന് കാലത്ത് ഇവര് ഈ രേവത രാജാവ് മകളെ രേവതിയെയും കൂട്ടിയിട്ട് ബ്രഹ്മലോകത്തേക്ക് പോയി. അപ്പൊ അവിടെ എന്താണ്, ഗന്ധർവന്മാര് രാഗോത്സവം നടക്കുകയാണ്. ഗന്ധർവന്മാരെല്ലാം ചേർന്ന് ഭയങ്കര ഉത്സവ ലഹരിയിലായിരുന്നു ആ രാജധാനി. അവിടെ പാട്ട്, ഡാൻസ് ഇങ്ങനെ നടക്കുകയാണ്. അപ്പൊ ഇവര് പോയിട്ട് എന്ത് ചെയ്തു, അതെല്ലാം കണ്ട് അവിടെ ഇങ്ങനെ നിന്നു. നേരം പോയതേ അറിഞ്ഞില്ല. അപ്പൊ അവിടെ എന്താണ് വെച്ചാല് ബ്രഹ്മാവിന്റെ ഒരു ദിവസം തന്നെ 1000 ചതുർയുഗങ്ങളാണ്. അവിടത്തെ ഓരോ നിമിഷവും ഇവിടത്തെ ഒരു യുഗമാണ്. അപ്പൊ നിന്ന് നേരം പോയത് ഇവർ അറിഞ്ഞില്ല. പിന്നെ ബ്രഹ്മാവിനോട് ചോദിക്കുകയാണ്, എന്താണ് എന്റെ മകൾക്ക് അനുരൂപനായ വരൻ? അപ്പൊ ബ്രഹ്മദേവൻ പറയുകയാണ്, രേവത, നീ ഭൂമിയിൽ തിരിച്ചെത്തുമ്പോഴേക്കും നിന്റെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം, ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരെല്ലാം മൺമറഞ്ഞു പോയിട്ടുണ്ടാകും. ഇപ്പൊ അവിടെ ആരാണുള്ളത്? മഹാവിഷ്ണുവിന്റെ അംശാവതാരമായ അനന്തന്റെ അടുത്ത അവതാരമായ ബലരാമനാണ് ഉള്ളത് അവിടെ. ബലരാമൻ രേവതന്റെ മകൾക്ക് രേവതിക്ക് അനുരൂപനായ വരനാണെന്ന് ബ്രഹ്മാവ് പറഞ്ഞു കൊടുക്കുകയാണ്. ആ ഉപദേശവും കേട്ടിട്ട് രേവതൻ മകളെയും കൂട്ടി തിരിച്ച് ഭൂമിയിലേക്ക് വരികയാണ്. ഭൂമിയിലേക്ക് വരുമ്പോൾ അവിടെ ഈ സമയത്ത് ഈ കുശസ്ഥലിയാണ് ഭഗവാൻ സമുദ്രത്തിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവന്ന് ധാരകയായിട്ട് ഭഗവാൻ അവിടെ വാണിരിക്കുന്ന രാജാവായി ഇരിക്കുന്നത്. അവിടെ ബലരാമൻ ഉണ്ടാകും. വന്നിട്ട് ഈ രേവത മഹാരാജാവ് ഭഗവാനോട് എല്ലാ വിവരങ്ങളും ബ്രഹ്മദേവന്റെ ഉപദേശങ്ങളൊക്കെ പറയുന്നു. അപ്പൊ ഭഗവാനും ഭയങ്കര സന്തോഷമായിട്ട് ബലരാമനുമായിട്ടുള്ള വിവാഹം അതിശ്രേഷ്ഠമായി, ഭയങ്കര ഉത്സവത്തോടെ അതിഗംഭീരമായി. അവിടെ ചേർന്നിരുന്ന യാദവന്മാരോടും എല്ലാവരും ചേർന്ന് ഭയങ്കര ഡാൻസും പാട്ടും ഇട്ട് അതീവ ഭംഗിയായിട്ട് ആ വിവാഹം നടത്തി എന്നാണ് പറയുന്നത്.
പിന്നെ ഇതിൽ ചെറിയൊരു കഥയുണ്ട്. ഇവിടെ ഒരു കൗതുകമുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് പിന്നെ ഈ കൃതിയുഗത്തിലെ മനുഷ്യർക്കൊക്കെ എന്തായിരുന്നു, ഭയങ്കര വലിപ്പവും നീളവും പിന്നെ ഉള്ള ആൾക്കാരായിരുന്നു. പക്ഷെ ദ്വാപര യുഗമായപ്പോഴേക്കും മനുഷ്യന്റെ ആയുസ്സും വലിപ്പവും എല്ലാം കുറഞ്ഞു. അപ്പൊ ഈ ബലരാമന് തന്റെ മുഖം, വധുവിന്റെ മുഖം ശരിക്ക് കാണാൻ വേണ്ടിയിട്ട് കലപ്പ കൊണ്ട് വലിച്ചു താത്തി എന്നൊരു കഥയും ഇവിടെയുണ്ട്. അങ്ങനെ അവർ ഗംഭീരമായിട്ട് ആ വിവാഹം നടത്തി. ഇനി മൂന്നാമത്തെ ശ്ലോകം നോക്കാം. മൂന്നാമത്തെ ശ്ലോകത്തില് രുക്മിണി ഭഗവാനിൽ അനുരാഗബദ്ധയായതും തന്റെ സന്ദേശം ഭഗവാന് അയക്കുന്നതുമാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. വിദർഭ രാജാവായ ഭീഷ്മകന്റെ പുത്രിയായാണ് രുക്മിണി. രുക്മിണിയുടെ സഹോദരനാണ് രുക്മി. അപ്പൊ ഈ രുക്മി ആരാണ്? ശിശുപാലന്റെ അടുത്ത സുഹൃത്തായിരുന്നു. ഈ ശിശുപാലൻ ഹിരണ്യകശിപുവിന്റെ മൂന്നാമത്തെ ജന്മമാണ്. ചേതി രാജ്യത്തെ രാജാവാണ്. പക്ഷെ ഒട്ടും സ്വഭാവ മഹിമ ഇല്ലാത്ത ഒരാളായിരുന്നു. അയാളോട് കൂട്ടുചേർന്നിട്ട് ഈ രുക്മിയുടെ സ്വഭാവവും വളരെ മോശമായി എന്ന് പറയുന്നുണ്ട്. പക്ഷെ രുക്മിക്ക് എന്താണ് ആഗ്രഹം? തന്റെ സഹോദരിയായ രുക്മിണിയെ ശിശുപാലനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണം എന്നാണ് ആഗ്രഹം. പക്ഷേ ശിശുപാലന്റെ സ്വഭാവം അത്ര നല്ലതല്ല. പിന്നെ അജ്ഞത കൊണ്ട്, വിവരമില്ലായ്മ കൊണ്ടാണ് ഈ രുക്മി ദുഷ്ടനായ ശിശുപാലനെ തന്റെ സഹോദരിയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. അപ്പൊ രുക്മിണി എപ്പോഴും എന്താണ്? മഹാലക്ഷ്മിയുടെ അവതാരമാണ്. അപ്പൊ മഹാലക്ഷ്മി എപ്പോഴും മഹാവിഷ്ണുവിനോട് ആണ് യോജിക്കേണ്ടത്. രുക്മിണിയുടെ അച്ഛനമ്മമാർക്ക്, ബന്ധുക്കൾക്ക് എല്ലാവർക്കും രുക്മിണി ഭഗവാനുമായിട്ട് ചേരണമെന്നാണ് ആഗ്രഹം. പക്ഷെ ഈ മർക്കടമുഷ്ടിയായ ഈ സഹോദരന്റെ, അതായത് രുക്മിണിയുടെ എതിർത്ത് പറയാൻ അവിടെ ആർക്കും സാധിക്കുന്നില്ല. അച്ഛന് പോലും സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. രുക്മിയാണെങ്കിൽ അച്ഛനായ രാജാവിന്റെ സമ്മതം പോലും ചോദിക്കാതെയാണ് ഈ വിവാഹം ചെയ്യാൻ തീരുമാനിക്കുന്നത്. അപ്പൊ ഈ രുക്മിണിക്ക് എങ്ങനെയാണ് ഭഗവാനോട് ഇത്ര മനസ്സിലാവാനും ഒക്കെ? രുക്മിണിയും ഒരു ചെറിയ ബാലികയാണ്. പക്ഷെ ഇപ്പോഴും കൊട്ടാരത്തിൽ വരുന്ന നാരദമുനി മറ്റു മഹർഷിമാരും ഒക്കെ ഈ ഭഗവാൻ ഇങ്ങനെ വാഴ്ത്തി പറയുന്നത് കേട്ടിട്ട് ഈ ബാലികയായ രുക്മിണിയുടെ മനസ്സിൽ ഭഗവാന്റെ രൂപം പതിയാണ്. അങ്ങനെയാണ് എപ്പോഴും ഭഗവാൻ തന്നെ പ്രണയം ആയിട്ട് ഈ രുക്മിണി ഇരിക്കുന്നത്. അങ്ങനെ എല്ലാവർക്കും ഈ ഭഗവാനിലാണ് ഈ രുക്മിണിയായിട്ട് വിവാഹം കഴിപ്പിക്കണം എന്നുള്ളത്. പക്ഷെ ദുഷ്ടനായ ഈ രുക്മിയുടെ മർക്കട മുഷ്ടിക്ക് മുമ്പിൽ അച്ഛന് പോലും എതിർക്കാൻ പറ്റിയില്ല എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഇനി നാലാമത്തെ ശ്ലോകം നോക്കാം. അങ്ങനെ നിസ്സഹായായിരിക്കുന്ന രുക്മിണി ഭഗവാന്റെ അടുത്തേക്ക് ഒരു പ്രണയദൂത് ബ്രാഹ്മണകുമാരന്റെ കയ്യിൽ കൊടുത്തയക്കുകയാണ്. പിന്നെ വളരെ കാലമായി ഭഗവാനോട് പ്രണയത്തോടെ ഇരിക്കുന്ന ഈ കുട്ടി ഭഗവാനെ മാത്രമേ കല്യാണം കഴിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് ആ കുട്ടി എന്താണ് ഇപ്പൊ എല്ലാറ്റിനും തടസ്സം നേരിട്ടിരിക്കുകയാണ്. ശിശുപാലനുമായിട്ടുള്ള തന്നെ കല്യാണം നടത്തുമോ എന്ന് ഭയന്നിരിക്കുന്ന ആ കുട്ടി പിന്നെ ദുഷ്ടനായ കാമദേവനാൽ തനിക്കുണ്ടായ കഠിനവേദന ഭഗവാനെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ദൂത് ഇതിന്റെ ഉള്ളിൽ പിന്നെ ബ്രാഹ്മണ കുമാരന്റെ കയ്യിൽ ആ ദൂത് ഭഗവാന് അയക്കുന്നത്, സമീപത്തേക്ക് അയക്കുന്നത്. എല്ലാ ജന്മങ്ങളിലും ഭഗവാന്റെ പത്നിയായിട്ട് ആരാണ്? മഹാലക്ഷ്മി ആയിരിക്കും. അപ്പൊ ചെറുപ്പം മുതൽ ബാലികയായ രുക്മിണി ഭഗവാനെ വാഴ്ത്തി, എല്ലാവരും വാഴ്ത്തപ്പെടുന്ന ഭഗവാന്റെ മുഖം പ്രണയിച്ചു കൊണ്ടിരിക്കുന്ന ഈ കുട്ടി ഇടിത്തി പോലെയുള്ള സഹോദരന്റെ തീരുമാനം കേട്ടിട്ട് വളരെ സങ്കടപ്പെടുകയാണ് എന്നാണ് പറയുന്നത്. അച്ഛന് പോലും മറുത്തു പറയാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ഉള്ള വിഷമത്തിൽ ഇരിക്കുകയാണ്. അപ്പൊ അങ്ങനെയാണ് ആ കുട്ടി പിന്നെ ഈ പ്രണയദൂത് ഭഗവാന് അടുത്തേക്ക് അയക്കുന്നത്. അതാണ് ഈ നാലാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. പിന്നെ അഞ്ചാമത്തെ ശ്ലോകം നോക്കാം. രുക്മിണിയുടെ ദൂതുമായിട്ട് ഈ ബ്രാഹ്മണൻ ദ്വാരകയിൽ ഭഗവാന്റെ അടുത്തേക്ക് എത്തുകയാണ്. അതാണ് അഞ്ചാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ആ ബ്രാഹ്മണനെ ഭഗവാൻ യഥാവിധി എല്ലാ റെസ്പെക്റ്റും കൊടുത്ത് സൽക്കരിക്കുന്നു എന്നാണ് പറയുന്നത്. ഭഗവാന്റെ ദ്വാരകയിൽ പിന്നെ ദുഷ്ടരായവർക്ക് പ്രവേശനമില്ല. ആ ദ്വാരകയിൽ മാത്രമല്ല, ഭഗവാനിലേക്ക് അടുക്കണമെങ്കിൽ തന്നെ നമ്മുടെ മനസ്സിലുള്ള എല്ലാ ചിന്തകളും പുറത്തു കളഞ്ഞിട്ട് വേണം ഭഗവാനോട് അടുക്കാൻ എന്നുകൂടി ഇതിൽ ഒരു സന്ദേശം പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെയുള്ള ദ്വാരകയിൽ ഈ ബ്രാഹ്മണൻ വളരെ വേഗത്തിൽ എത്തിച്ചേർന്നു എന്ന് പറയുന്നത് എന്ന് മനസ്സിലാക്കാം. ആ ബ്രാഹ്മണൻ ഉത്തമനായ ബ്രാഹ്മണനായിരുന്നു. ഉത്തമനായ ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന് യാതൊരു തടസ്സവുമില്ലാതെ ആ ദ്വാരകയിൽ എത്തിച്ചേരാൻ പറ്റിയത്. ആ ബ്രാഹ്മണനെ കണ്ടപ്പോൾ ഭഗവാൻ ഓടി ചെന്നിട്ട് സാദരം സ്വീകരിക്കുന്നു, എല്ലാ വിശേഷങ്ങളും ചോദിക്കുന്നു.
അപ്പോഴാണ് ഭഗവാൻ തന്നെ സ്വയം ബ്രാഹ്മണനെ പൂജിക്കുന്നു. അപ്പൊ ഇതിൽ നിന്ന് ഒന്ന് മനസ്സിലാക്കുന്നത് ബ്രാഹ്മണന്മാർ, അതായത് ഉത്തമരായ ബ്രാഹ്മണർ എപ്പോഴും പൂജിക്കപ്പെടേണ്ടവരാണ് എന്ന് കൂടി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഭഗവാനാൽ പൂജിക്കപ്പെട്ടത് കൊണ്ട് എന്താണ് ആ ബ്രാഹ്മണനും വളരെയധികം സന്തോഷം ആയി. അതാണ് 5-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഇനി 6-ാമത്തെ ശ്ലോകം നോക്കാം. ആ ബ്രാഹ്മണൻ വന്ന കാര്യം ഭഗവാനോട് പറയുകയാണ്. ബ്രാഹ്മണൻ ഭഗവാനോട് പറയുകയാണ്, അങ്ങക്ക് അറിയുമോ എന്തോ അറിയില്ല, പിന്നെ ഈ വിദർഭ രാജധാനിയിൽ കുണ്ടിനപുരിയിൽ കുലീനയും രാജപുത്രിയുമായ രുക്മിണി വിരാജിക്കുന്നു. വളരെ കാലമായി അങ്ങയിൽ മാത്രം പ്രണയിച്ച് ഇരിക്കുന്ന ആ കുട്ടിക്ക്, ബദ്ധരായിട്ടിരിക്കുന്ന ആ കുട്ടിക്ക് നിനച്ചിരിക്കാതെ അവൾ പോലും നിനച്ചിരിക്കാതെ അവളുടെ വിവാഹം തീരുമാനിച്ചിരിക്കുകയാണ്. അവളുടെ സഹോദരൻ ഇങ്ങനെ വിവാഹം തീരുമാനിച്ചിരിക്കുന്നു. അതിനെ എതിർക്കാൻ പോലും ആ കുട്ടിക്ക് ധൈര്യമില്ല. ഭഗവാന് ഈ സന്ദേശം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ ഇവിടെ ഈ പ്രണയദൂതുമായിട്ട് കൊടുത്തയച്ചിരിക്കുന്നത് എന്നാണ് ഈ 6-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഹരിയോ ഹരിയോ. 6-ാമത്തെ ശ്ലോകത്തോട് ചേർന്ന് തന്നെയാണ് 7-ാമത്തെ ശ്ലോകവും. ഈ 7-ാമത്തെ ശ്ലോകത്തില് ഇവിടെ രുക്മിണിയുടെ സന്ദേശം നേരിട്ട് രുക്മിണിയുടെ വാക്കുകളിൽ കൂടി ബ്രാഹ്മണൻ ഭഗവാനെ അറിയിക്കുകയാണ്. അബലയായ ഞാൻ അങ്ങയുടെ ഗുണഗണങ്ങൾ മുൻപേ തന്നെ അങ്ങനെ അനുരക്തിയായി തീർന്നിരിക്കുന്നു. ഇപ്പോൾ അപ്രകാരം ഇരിക്കുന്ന എന്നെ ചെയ്തി രാജാവായ ശിശുപാലനെ വിവാഹം ചെയ്തു കൊടുക്കാൻ പോകുന്നു എന്ന് കേൾക്കുന്നു. ഹേ കൃപാനിധി ലൗകികനാഥ, നിന്തിരുവടി എന്നെ ഈ ധർമ്മസങ്കടത്തിൽ നിന്ന് രക്ഷിക്കണമെന്ന് പറയുന്നു. ഇതിന്റെ ഭാവാർത്ഥം, വിദർഭ രാജ്യത്തിലെ കുണ്ടിനം എന്ന രാജകൊട്ടാരത്തിലുള്ള രാജകുമാരിയാണ് രുക്മിണി. ചെറിയ പ്രായത്തിൽ തന്നെ ഭഗവാൻ കൃഷ്ണന്റെ ഗുണഗണങ്ങളും വീരശൂര പരാക്രമങ്ങളും കേട്ട് വളർന്നവളാണ് രുക്മിണി. അങ്ങനെ അവൾ അറിയാതെ തന്നെ ഭഗവാനിൽ അനുരക്തയാവുകയാണ്. കൃഷ്ണനല്ലാതെ മറ്റാരെയും വിവാഹം കഴിക്കില്ല എന്നവൾ മനസ്സിൽ ഉറപ്പിച്ചു. എന്നാൽ നല്ലവനായ രാജാവ് ഭീഷ്മകന് മകളെ കൃഷ്ണന് കല്യാണം കഴിച്ചു കൊടുക്കാൻ ഇഷ്ടമായിരുന്നുവെങ്കിലും മകൻ രുക്മിയുടെ അഭിപ്രായത്തെ മറികടന്ന് ഒന്നും ചെയ്യുവാൻ അദ്ദേഹത്തിന് കഴിവില്ലായിരുന്നു. രുക്മിണിക്ക് 5 സഹോദരന്മാരാണുള്ളത്. രുക്മി, രുക്മരഥൻ, രുക്മബാഹു, രുക്മകേശൻ, രുക്മാലി എന്നിങ്ങനെയായിരുന്നു അവരുടെ പേര്. ഇതിൽ മൂത്തവനായ രുക്മി ഒരു ദുശ്ശാഠ്യക്കാരനും അഹങ്കാരിയുമായിരുന്നു. അതിന് പ്രധാന കാരണം അവന്റെ സുഹൃത്ത് ബന്ധങ്ങളായിരുന്നു. ഭഗവാൻ കൃഷ്ണനെ ശത്രുവായി കാണുന്ന സ്വാലൻ, ശിശുപാലൻ, ജരാസന്ധൻ, ദന്തവക്ത്രൻ തുടങ്ങിയവരായിരുന്നു അവന്റെ അടുത്ത കൂട്ടുകാർ. അവരുടെ സംസർഗം കൊണ്ട് തന്നെ രുക്മിക്ക് കൃഷ്ണനോട് വിരോധമായിരുന്നു. അച്ഛനമ്മമാർക്കും ബന്ധുക്കൾക്കും രുക്മിണിയെ കൃഷ്ണന് വിവാഹം കഴിച്ചു കൊടുക്കാനാണ് താല്പര്യം എങ്കിലും രുക്മി തന്റെ സഹോദരിയെ ശിശുപാലനെ കല്യാണം കഴിച്ചു കൊടുക്കാനാണ് തീരുമാനിച്ചത്. ഈ വിവരം അറിഞ്ഞ രുക്മിണി ആകെ നിരാശയും ദുഃഖവും തോന്നി. എങ്ങനെയെങ്കിലും കൃഷ്ണനെ തന്റെ ധർമ്മസങ്കടം അറിയിക്കണമെന്ന് അവൾ തീരുമാനിച്ചു. കൃഷ്ണൻ ഉപേക്ഷിക്കുകയാണെങ്കിൽ തനിക്കിനി ജീവിതമില്ല എന്ന് അവൾ തീരുമാനിച്ചു. അങ്ങനെയാണ് അതിവിശ്വസ്തനായ ഒരു ബ്രാഹ്മണനെ തന്റെ ദൂതനായി ഭഗവാനെ കണ്ട് വൃത്താന്തങ്ങൾ അറിയിക്കുന്നതിനായി ദ്വാരകയിലേക്ക് അയക്കുന്നത്. എല്ലാം അറിയുന്ന ഭഗവാൻ അദ്ദേഹത്തിന്റെ ആഗമന ഉദ്ദേശം അറിയാമെങ്കിലും അദ്ദേഹത്തെ യഥാവിധി വന്ദിച്ച് ഇത്രയും പ്രയാസങ്ങൾ തരണം ചെയ്ത് അങ്ങ് വിദർഭയിൽ നിന്നും ഇവിടേക്ക് വരാൻ കാരണം എന്താണ് എന്ന് ചോദിക്കുകയാണ്. അങ്ങേക്ക് എന്ത് സഹായം ചെയ്യുവാനും ഞാൻ സന്നദ്ധനാണ് എന്ന് കൂടി ആ ബ്രാഹ്മണനെ അറിയിക്കുന്നു. അങ്ങനെ ആ ബ്രാഹ്മണൻ രുക്മിണിയുടെ വിവാഹത്തെ പറ്റിയുള്ള വൃത്താന്തം ഭഗവാനെ അറിയിച്ചു. രുക്മിണിയുടെ സൗന്ദര്യത്തെക്കുറിച്ചും തന്നോടുള്ള സ്നേഹത്തെക്കുറിച്ചും സൽസ്വഭാവത്തെക്കുറിച്ചും ഭഗവാനും അറിയായിരുന്നു. എങ്കിലും ഭഗവാനോടുള്ള രുക്മിണിയുടെ സ്നേഹം രുക്മിണി തന്നെ പറഞ്ഞറിയണമെന്ന് ഭഗവാനും ആഗ്രഹിച്ചു. ഇനി 8-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്, രുക്മിണിയുടെ വാക്കുകൾ അതേപോലെ ബ്രാഹ്മണൻ വള്ളിപുള്ളി തെറ്റാതെ അറിയിക്കുകയാണ്. നിന്തിരുവടി നാഥനില്ലാത്തവളായി എന്നെ ഉപേക്ഷിക്കുന്ന പക്ഷം ഞാൻ ഉടനെ തന്നെ ഈ ജീവിതത്തെ ഉപേക്ഷിക്കുന്നതാണ് എന്നിങ്ങനെ രുക്മിണി പറഞ്ഞയച്ചതായി ബ്രാഹ്മണൻ ഭഗവാനെ അറിയിച്ചു. ഇതിനുള്ള പോംവഴിയും രുക്മിണി തന്നെ ഭഗവാനോട് പറയുന്നുണ്ട്. അതായത് അടുത്ത നാൾ നടക്കുന്ന ഈ വിവാഹ കർമ്മത്തിൽ പങ്കെടുക്കുന്നതിനാൽ അങ്ങ് സേനാസമേതം വന്ന് ശിശുപാലൻ, ജരാസന്ധൻ തുടങ്ങിയവരുടെ സേനയെ നശിപ്പിച്ച് രാക്ഷസ വിധി പ്രകാരം
എന്നെ വിവാഹം ചെയ്താലും എന്താണ് രാക്ഷസ വിധി? അത് ബന്ധുക്കളെ യുദ്ധത്തിൽ തോൽപ്പിച്ച് കന്യകയെ സ്വന്തമാക്കി വിവാഹം കഴിക്കുന്നതിനാണ് രാക്ഷസ വിധി പ്രകാരമുള്ള വിവാഹം എന്ന് പറയുന്നത്. അതിനുള്ള ഉപായവും രുക്മിണി പറഞ്ഞു കൊടുക്കുന്നു. അതായത് വിവാഹത്തിന്റെ തലേ ദിവസം വധു അടുത്തുള്ള ശ്രീപാർവതി ക്ഷേത്ര ദർശനത്തിനായി ഘോഷയാത്രയായി പോകും. അപ്പോൾ വഴിയിൽ നിന്ന് അങ്ങേക്ക് എന്നെ കൊണ്ടുപോകാം. ആ വിധം അങ്ങ് ചെയ്യാതിരുന്നാൽ, അങ്ങയുടെ അനുഗ്രഹം എനിക്ക് ലഭിക്കാതിരുന്നാൽ ഞാൻ വ്രതങ്ങൾ അനുഷ്ഠിച്ച് പ്രാണം വെടിയുന്നതാണ്. ഇതിലൊരു ചെറിയൊരു ഭീഷണി ഉണ്ടെന്ന് വായിക്കുന്ന നമ്മൾക്ക് തോന്നും. ആയതിനാൽ അങ്ങ് എന്നെ ഈ ധർമ്മസങ്കടത്തിൽ നിന്ന് രക്ഷിക്കണമേ എന്നുള്ള രുക്മിണിയുടെ വാക്കുകൾ കേട്ട് പെട്ടെന്ന് തീരുമാനം കൈക്കൊള്ളണമല്ലോ എന്നോർത്ത് ഭഗവാൻ പുഞ്ചിരിച്ചു. ഇനി 9ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാല്, ഇതൊക്കെ കേട്ട് ബ്രാഹ്മണനോട് വളരെ സന്തോഷപ്രകാരം ഭഗവാൻ പറഞ്ഞു. ഭഗവാനും രുക്മിണിയെ നേരത്തെ തന്നെ കുറിച്ച് കേട്ടിരുന്നു. അവളുടെ സ്നേഹത്തിന്റെ ആഴം അറിയാമെങ്കിലും അവ നേരിട്ട് കേൾക്കാൻ ഭഗവാനും അത്യധികമായി ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് ഭഗവാൻ പറയാണ് ഈ ബ്രാഹ്മണനോട്, രുക്മിണി സ്വന്തം മനസ്സിൽ എനിക്ക് നൽകിയത് അതുപോലുള്ള സ്ഥാനം ഞാനും സ്വമനസ്സാലെ അവൾക്കും നൽകി കഴിഞ്ഞിരിക്കുന്നു. എന്നോടുള്ള വിരോധം കാരണമാണ് അവളുടെ സഹോദരനായ രുക്മി അവളെ എനിക്ക് വിവാഹം കഴിച്ചു തരില്ല എന്ന് തീരുമാനിച്ചത്. അത് എനിക്കറിയാം. എന്നാൽ അഭിലാഷം പൂണ്ട ആ സുന്ദരിയെ അരണിയിൽ നിന്ന് അഗ്നി എന്ന പോലെ ശത്രു രാജാക്കന്മാരെയെല്ലാം തോൽപ്പിച്ചുകൊണ്ട് ഞാൻ കൈവശമാക്കുന്നു. ഒന്നുകിൽ സ്വയംവരമായോ അല്ലെങ്കിൽ എങ്ങനെയായാലും ഞാൻ സ്വന്തമാക്കുമെന്ന് വാക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി 10ാമത്തെ ശ്ലോകത്തില്, ഹേ ഗുരുവായൂരപ്പ, അങ്ങയുടെ ഈ വാക്കുകൾ കേട്ട് ഏറ്റവും സന്തുഷ്ടനായി തീർന്ന ബ്രാഹ്മണൻ തേരിൽ കയറി ഭഗവാന്റെ കൂടെ അതിവേഗത്തിൽ കുണ്ടനപുരത്തിൽ എത്തിച്ചേർന്നു. അങ്ങനെ എന്റെ ഗുരുവായൂരപ്പ, രുക്മിണിയുടെ ഈ വിവാഹ ദിനം മനസ്സിലാക്കിയ ഭഗവാൻ സാരഥിയായ ദാരുകനെ വരുത്തി പെട്ടെന്ന് തന്നെ തേര് സജ്ജമാക്കാൻ കൽപ്പിക്കുകയും അതനുസരിച്ച് സാരഥി ഏറ്റവും വേഗതയുള്ള കുതിരകളായ ശൈബം, സുഗ്രീവം, മേഘപുഷ്പം, വലാഹകം എന്നീ പേരുകളുള്ള കുതിരകളെ പൂട്ടി തേര് സജ്ജമാക്കി. ഭഗവാനെ, അങ്ങ് ആ ശുദ്ധ ബ്രാഹ്മണനെയും തന്റെ കൂടെ തേരിൽ കയറ്റി അതിവേഗത്തിൽ ദ്വാരകയിൽ നിന്നും കുണ്ടിനപുരിയിലേക്ക്, അതായത് വിദർഭ രാജ്യത്തേക്ക് എത്തിച്ചേർന്നു. അങ്ങനെയുള്ള ഭഗവാനെ, എനിക്ക് വന്ന ഈ ആപത്തുകളും ആരോഗ്യ പ്രശ്നങ്ങളും അങ്ങ് ശമിപ്പിക്കണമേ എന്ന് ഭട്ടതിരിപ്പാട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ 78ാം ദശകം ഇവിടെ അവസാനിപ്പിക്കുന്നു. നമാമി നാരായണ പാദ പങ്കജം കരോമി നാരായണ പൂജനം സദാ വദാമി നാരായണ നാമ നിർമ്മലം സ്മരാമി നാരായണ തത്വമവ്യയം. നാരായണ 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 നാരായണ. ഓം നമോ നാരായണായ. ഹരി ഓം. ഹരി ഓം. 78ാം ദശകം ഇവിടെ പാരായണവും അതിന്റെ വ്യാഖ്യാനവും ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തതായിട്ട് സമർപ്പണ ശ്ലോകം ചൊല്ലുവാൻ വേണ്ടി വിജയകുമാർ അണ്ണനെ ക്ഷണിക്കുന്നു. ഹരി ഓം. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യത് സകലം പരസ്മൈ നാരായണേതി സമർപ്പയാമി. ഓം ശ്രീ നാരായണേതി സമർപ്പയാമി. സർവം ശ്രീ നാരായണേതി സമർപ്പയാമി. ഹരി ഓം. ഹരി ഓം. അടുത്തതായി നന്ദി പ്രകടനം എന്നുള്ള ഒരു കടമ കൂടി നിർവഹിക്കാനുണ്ട്. നമ്മളിപ്പോൾ 78ാം ദശകത്തിൽ 1 മുതൽ 10 വരെയുള്ള ശ്ലോകങ്ങൾ വായിച്ചു, അതിന്റെ വിവർത്തനം കേട്ടു. പക്ഷെ ഇതിൽ അടങ്ങിയിരിക്കുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ വ്യാഖ്യാനത്തിൽ പറഞ്ഞ പോലെ ഒരു അബലയായ ഒരു പെൺകുട്ടിയുടെ സങ്കടം കൃഷ്ണനെ, ശ്രീകൃഷ്ണ ഭഗവാനെ അറിയിക്കുകയാണ്. നേരിട്ട് കണ്ട് പരിചയമില്ല, പക്ഷേ
എന്റെ ധർമ്മസങ്കടം ശ്രീകൃഷ്ണൻ മനസ്സിലാക്കും എന്നുള്ള ഉത്തമ വിശ്വാസത്തോടു കൂടിയാണ് രുക്മിണി ഒരു ബ്രാഹ്മണനെ അയക്കുന്നത്. ഇതേ ഈ വിശ്വാസമാണ് ഈ ശ്ലോകം എഴുതിയ മേൽപ്പത്തൂർ നാരായണ ഭട്ടത്തിരിപ്പാടിനും ഉള്ളത്. എന്റെ അസുഖം ഭഗവാൻ ശമിപ്പിക്കും എന്നുള്ള ഉത്തമ വിശ്വാസത്തോടു കൂടിയാണ് ഈ പ്രാർത്ഥന. അപ്പോൾ ഇത് വെറും ഒരു 10 ശ്ലോകങ്ങളുടെ ഒരു കവിതാ സമാഹാരമല്ല, ഇതൊരു പ്രാർത്ഥനയാണ്. അപ്പൊ ഈ പ്രാർത്ഥനയ്ക്ക് എന്തുകൊണ്ടും അർത്ഥഗർഭമായിട്ട് ഒരു ധ്യാന ശ്ലോകം ചൊല്ലി ഇതിന് ആരംഭം കുറിച്ച ഗൗരിയാറക്ക് ഞാൻ സമിതിയുടെ പേരിൽ നന്ദി പറയും. ഒരു പൂജയുടെ അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയുടെ ഒരു അന്തരീക്ഷമാണ് ആ ധ്യാന ശ്ലോകം കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനുശേഷം 1 മുതൽ 10 വരെയുള്ള ശ്ലോകങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അത് സംസ്കൃത ശ്ലോകങ്ങളാണ്. നമ്മൾ പലർക്കും അത് മനസ്സിലാക്കാൻ പറ്റാൻ വഴിയില്ല. പക്ഷേ സിന്ധു അക്ക അത് വളരെ ഭംഗിയായി അതിന്റെ പദവിച്ഛേദം നടത്തി ഓരോ വാക്കുകൾക്കും അതിൻ്റെതായ തന്നർത്ഥം കാണിച്ചു തന്ന് മനോഹരമായി പാടിത്തന്നു 10 ശ്ലോകങ്ങളും നമുക്ക് വളരെ വളരെ വർണ്ണാനന്ദകരമായി കേൾപ്പിച്ചു. അപ്പോ സിന്ധു അക്കയ്ക്ക് ഞാൻ സമിതിയുടെ പേരിൽ അഗാധമായ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ 1 മുതൽ 10 വരെയുള്ള ശ്ലോകങ്ങളിൽ ഏറ്റുപാടിയ വിജയക്ക, സരിത അക്ക, വിമല അക്ക, ജ്യോതിലക്ഷ്മി അക്ക, പ്രമീള അക്ക, ഹരിദാസ് അണ്ണൻ, ലോഹിതാക്ഷൻ അണ്ണൻ, ഇവരെല്ലാം വളരെ മനോഹരമായി പാടി. അവരുടെ രണ്ടാമത് ആവർത്തിച്ച് അവരൊന്ന് പാടുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി അതിന്റെ അർത്ഥം മനസ്സിലായി വന്നത്. എത്ര മനോഹരമായിരുന്നു ആ ഗാനങ്ങളെന്ന് ഒന്നുകൂടി മനസ്സിലായത്. അപ്പോൾ ഈ 5 പേർക്കും 6 പേരുണ്ട്, 7 പേരുണ്ട്. 7 പേർക്കും ഞാൻ സമിതിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഇത്രയും ബുദ്ധിമുട്ടുള്ള സംസ്കൃത ശ്ലോകങ്ങളെ അനായാസം അവർ പഠിച്ച് ഹൃദിസ്ഥമാക്കി പാടിത്തന്നതിന് ഞാൻ അവരോട് നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ഇതൊക്കെ കേൾക്കാൻ വളരെ ഇമ്പമുള്ളതാണെങ്കിലും ശ്ലോകത്തിന്റെ അർത്ഥം, സംസ്കൃത ശ്ലോകത്തിന്റെ അർത്ഥം മനസ്സിലാകാത്തോളം കാലം ഇത് ശ്രോതാക്കൾക്ക് അവരുടെ മനസ്സ് തൃപ്തിയാകുന്നില്ല. കാരണം നമുക്ക് അതിന്റെ അർത്ഥം മനസ്സിലായിട്ടില്ല. കേൾക്കാൻ ഇമ്പമുള്ള ഒരു ഗാനം കേട്ട ഒരു മനസ്സുഖമേ നമുക്ക് കിട്ടുന്നു. പക്ഷേ പ്രഭ അക്കയും ലതാ ദിവാകരൻ അക്കയും അനിതര സാധാരണമായ പ്രാഗൽഭ്യം കൊണ്ട് ഈ 10 ശ്ലോകങ്ങളെ നമുക്ക് വ്യാഖ്യാനിച്ചു തന്നു. അപ്പോൾ അവർക്ക് ഞാൻ സമിതിയുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും അഗാധമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഇനി ഇതിനെല്ലാം വളരെ യോജിച്ചതായ ഒരു സമർപ്പണ ശ്ലോകത്തോടു കൂടി വിജയകുമാർ അണ്ണൻ ഇതിനെ പരിസമാപ്തിയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അണ്ണനോട് ഞാൻ വളരെ ആത്മാർത്ഥമായി സമിതിയുടെ പേരിലും എൻ്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. ഇനി അടുത്തതായി ചെയ്യാനുള്ളത് ലോക കല്യാണ മന്ത്രമാണ്. ചന്ദ്രശേഖരൻ അണ്ണനാണ് അത് പാടാൻ പോകുന്നത്. അണ്ണനോട് ഞാൻ ആദ്യമേ നന്ദി രേഖപ്പെടുത്തുന്നു. ഹരിയോം അണ്ണ, ലോക കല്യാണ മന്ത്രം. ಹರಿಯೋಂ ಅಣ್ಣ, ಲೋಕ ಕಲ್ಯಾಣ ಮಂತ್ರತೆಲ್ಲ ಸಜ್ಜರಾವ. ಕೈಗಳಲ್ಲಿ ನಮಸ್ಕಾರ ಮುದ್ರೆ, ಬೆನ್ನು ತಟ್ಟು ನೇರ ತಟ್ಟು, ಲೋಕ ಕಲ್ಯಾಣ ಮಂತ್ರ ಎಲ್ಲವನ್ನ ಚೊಲ್ಲ. ಓಂ ಸರ್ವೇ ಭವಂತು ಸುಖಿನಃ, ಸರ್ವೇ ಸಂತು ನಿರಾಮಯ, ಸರ್ವೇ ಭದ್ರಾಣಿ ಪಶ್ಯಂತು, ಮಾ ಕಶ್ಚಿತ್ ದುಃಖಭಾಗ್ಭವೇ. हरि ओम शांति शांति शांति। बोलो भारत माता की जय, प्रभु श्री रामचंद्र महाराज की जय। वंदे वंदे मातरम, वंदे मातरम। हरि ओम। ഹരി ഓം. ഇന്നത്തെ ഈ പഠന പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഇതിന് ഒരു അവസരം ഉണ്ടാക്കി തന്ന, ഇതിന് നേതൃത്വം നൽകുന്ന ഗോപണ്ണനും, പിന്നെ ഇത് വളരെ ചിട്ടയോടുകൂടി മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നേതൃത്വം നൽകുന്ന ഇന്ദിരാദേവി അക്കയ്ക്കും, ഇത് എല്ലാവരുടെ പുനരാവർത്തനം പോലെ വായിച്ചു കേൾക്കാനും മനസ്സിലാക്കാനും വേണ്ടി റെക്കോർഡ് ചെയ്യുന്ന
സുനയന അക്കക്ക് സമിതിയുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഇനി ഇത് കേൾക്കാൻ ഇവിടെ ഇന്ന് എത്തിച്ചേർന്ന ശ്രോതാക്കൾ, ഏകദേശം 50ഓളം ആൾക്കാർ ഇപ്പോഴും ഇത് കേൾക്കാൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. അവർക്ക് സമിതിയുടെ പേരിലും എൻ്റെ പേരിലും ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ഹരി ഓം. എല്ലാവർക്കും നന്ദി. ഈ അവസരം എനിക്ക് തന്ന സമിതിക്ക് ഒന്നുകൂടി എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ഹരി ഓം.